പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 6 തിങ്കൾ. പ്രധാന വാർത്തകൾ. റോയൽ ഒമാൻ പോലീസ് വാർഷിക ദിനം ആഘോഷിച്ചു. നിസ്മയിലെ സുൽത്താൻ ഖാബൂസ് അക്കാദമി ഫോർ പോലീസ് സയൻസിലെ സൈനിക പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ റോയൽ കോർട്ട് ദിവാൻ മന്ത്രി സയ്യിദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി കാർമ്മികത്വം വഹിച്ചു. പുതുതായി ബിരുദം നേടിയ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സേനയുടെ ഭാഗമാകുകയും ചെയ്തു. സൈനിക പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങൾ മന്ത്രി സയ്യിദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദിക്ക് സല്യൂട്ട് നൽകി. മികച്ച സേവനം കാഴ്ചവെച്ച റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രഖ്യാപിച്ച മെഡലുകളും മന്ത്രി സമ്മാനിച്ചു. ചടങ്ങിൽ നിരവധി ഉന്നതർ, ഉന്നത ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, ഉപദേശകർ, സുൽത്താന്റെ സായുധ സേനാ കമാൻഡർമാർ, റോയൽ ഒമാൻ പോലീസ്, സുരക്ഷാ സൈനിക വിഭാഗങ്ങൾ പങ്കെടുത്തു. ടൂർ ഓഫ് ഒമാൻ സൈക്ലിംഗ് മത്സരം വീണ്ടുമെത്തുന്നു. 14ാമത് എഡിഷൻ ടൂർ ഓഫ് ഒമാൻ ഫെബ്രുവരി 8 മുതൽ 12 വരെ 5 ദിവസങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറും. സാംസ്കാരിക പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് സംഘാടകർ. താരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും. 5 ഘട്ടങ്ങളിൽ ഒമാന്റെ വിവിധ മേഖലകളിലായാണ് മത്സരങ്ങൾ. അന്താരാഷ്ട്ര താരങ്ങളുടെ വലിയ നിര തന്നെ ടൂർണമെന്റ് ഓഫ് ഒമാന്റെ ഭാഗമാകും. മുൻ വർഷങ്ങളിലെ വിജയികൾ ഇത്തവണയും എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഒമാൻ ദേശീയ ടീം ഇത്തവണയും മത്സരത്തിനുണ്ടാകുമെന്നാണ് സൂചന. ഇത്തവണ മത്സര റൂട്ടുകളും വ്യത്യസ്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ജബൽ അഖ്തറിനെയും മത്സരപാതയായി ഉൾപ്പെടുത്തിയിരുന്നു. രാജ്യത്തുടനീളം വലിയ സ്വീകരണമാണ് ടൂർ ഓഫ് ഒമാന് ലഭിക്കാറുള്ളത്. മേഖലയിലെ തന്നെ സീസണിലെ സൈക്ലിംഗ് മത്സരങ്ങളുടെ തുടക്കം കൂടിയാണ് ഒമാൻ ടൂർ. അതേസമയം ടൂർ ഓഫ് ഒമാന്റെ അനുബന്ധമായി നടക്കുന്ന മസ്കത്ത് ക്ലാസിക് സൈക്ലിംഗ് മത്സരം ഇത്തവണ ഫെബ്രുവരി 7 ആകും അരങ്ങേറുക. മസ്കത്ത് നഗരവും പരിസരവുമാണ് മസ്കത്ത് ക്ലാസിക് യാത്രാ റൂട്ട്. രാജ്യാന്തര തലത്തിലെ തന്നെ വിവിധ ജേതാക്കൾ മത്സരത്തിന്റെ ഭാഗമാകും. മുസന്തം ഗവർണറേറ്റിലെ ഗസബ് തുറമുഖത്ത് ചരക്ക് ഗോഡൌണിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അപകടം. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. മുസന്തം ഗവർണറേറ്റിലെ അഗ്നിശമന സേനാംഗങ്ങളാണ് തീ അണച്ചത്. തീ പടർന്നതോടെ ഗോഡൌണിലെ നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വലിയ നാശനഷ്ടം കണക്കാക്കുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് ജനുവരി 12 ഞായറാഴ്ച ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായി 3 ദിവസം ഒഴിവ് ലഭിക്കും. അവധി ദിനങ്ങൾ ശൈത്യകാല യാത്രയ്ക്ക് കുടുംബങ്ങൾക്കും മറ്റും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അവധി ദിനങ്ങളിൽ ആഭ്യന്തര ടൂറിസം മേഖലയിലേക്ക് സഞ്ചാരികൾ ഒഴുകും. മസ്കത്ത് നൈറ്റ്സ് ഉൾപ്പെടെ ഫെസ്റ്റിവലുകളിൽ സന്ദർശകർ വർദ്ധിക്കും. ഒമാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവർക്ക് നാളെ മുതൽ സന്ദേശം ലഭിച്ചു തുടങ്ങുമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യോഗ്യതയുടെ മുൻഗണന പാലിച്ചുകൊണ്ട് നീതി ഉറപ്പാക്കുന്നതിനാണ് ഇലക്ട്രോണിക് സംവിധാനം വഴി നറുക്കെടുപ്പ് നടത്തുന്നത്. സന്ദേശം ലഭിക്കുന്നവർ തുടർ ദിവസങ്ങളിൽ മന്ത്രാലയം നിർദ്ദേശങ്ങൾ പ്രകാരം നടപടികൾ സ്വീകരിക്കണം. അതേസമയം അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു. ആകെ 39,540 അപേക്ഷകളാണ് ലഭിച്ചതെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം 34,126 ആയിരുന്നു അപേക്ഷകർ. 14,000 ആണ് ഇത്തവണത്തെ ഒമാന്റെ ഹജ്ജ് കോട്ട. 13,098 ഒമാനികൾക്കും 470 പ്രവാസികൾക്കും അവസരം ലഭിക്കും. ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും. അറബ് പൗരന്മാരായ 235 പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 235 പേർക്കുമായിരിക്കും പ്രവാസി കോട്ടയിൽ നിന്നുള്ള. കഴിഞ്ഞ വർഷങ്ങളിൽ 500 പ്രവാസികൾക്ക് അവസരം ലഭിച്ചിരുന്നു. 250 പേർ അറബ് നിവാസികളും 250 പേർ അറബ് ഇതര താമസക്കാരുമായിരുന്നു. ഇത്തവണ പ്രവാസികളുടെ കോട്ടയിൽ 30 എണ്ണത്തിന്റെ കുറവുണ്ടാകും. ഹജ്ജിന് അപേക്ഷ ലഭിച്ചവരിൽ നിന്ന് മാനദണ്ഡങ്ങൾ പരിഗണിച്ചാകും അവസരം ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുക. മുതിർന്നവർ, അർബുദ രോഗികൾ, ഭിന്നശേഷിക്കാർ, ആദ്യമായി ഹജ്ജിന് പോകുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും. കാഴ്ച വൈകല്യമോ ശാരീരിക വൈകല്യമോ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടെ ആളുകളെ അനുവദിക്കും. ഇലക്ട്രോണിക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാകും അവരെ തിരഞ്ഞെടുക്കുക. രാജ്യത്തെ സ്വകാര്യ ഹജ്ജ് കമ്പനികളുമായി ഹജ്ജ് സേവനങ്ങൾക്കുള്ള
ഈ കരാറുകൾ എത്തുന്നതിന് ദിവസം അനുവദിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഹജ്ജിന് അവസരം ലഭിക്കുന്നവർക്കുള്ള വാക്സിനേഷൻ ഉൾപ്പെടെ വരുന്ന മാസങ്ങളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകും. ഒമാനിലെ വിവിധ ഹജ്ജ് ഗ്രൂപ്പുകൾ ഹാജിമാർക്ക് സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നുണ്ട്. അറേബ്യൻ ഗൾഫ് കപ്പിന്റെ 26ാമത് പതിപ്പ് വിജയകരമായി സംഘടിപ്പിച്ചതിന് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന് ആശംസകൾ നേർന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയീദ് കേബിൾ സന്ദേശം അയച്ചു. ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഫുട്ബോൾ മേള വിജയകരമായി സംഘടിപ്പിച്ചതിൽ അഭിനന്ദിക്കുകയായിരുന്നുവെന്നും കുവൈത്തിന് വിജയവും എല്ലാ തലങ്ങളിലും കൂടുതൽ നേട്ടങ്ങളും ഉണ്ടാകട്ടെയെന്നും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു. 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് സ്വന്തമാക്കിയ ബഹ്റൈനെയും സുൽത്താൻ അഭിനന്ദിച്ചു. കായിക മേഖലകളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ബഹ്റൈന് സാധിക്കട്ടെയെന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് ആശംസാ സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു. ഒമാനിൽ വിലക്കയറ്റം തടയുന്നതിനും അവശ്യ സാധനങ്ങളുടെ വിലവർധന ഒഴിവാക്കുന്നതിനും ബജറ്റിൽ ഊന്നൽ. സബ്സിഡിക്ക് മാത്രമായി 1.58 ശതകോടി റിയാലാണ് ബജറ്റിൽ വകയിരുത്തിയത്. അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നിലനിർത്തുക വഴി വിലക്കയറ്റം ഒഴിവാക്കാൻ സാധിക്കും. മേഖലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള രാഷ്ട്രമാണ് ഒമാൻ. രാജ്യത്തെ പണപ്പെരുപ്പം ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിലവിൽ. 2024 നവംബറിൽ 0.6% ഒമാനിലെ പണപ്പെരുപ്പമെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം കണക്കുകൾ വ്യക്തമാക്കുന്നു. മുൻവർഷം ഇതേ കാലയളവിൽ ഇത് 1.1% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി, വെള്ളം, അടിസ്ഥാന വസ്തുക്കൾ എന്നിവയ്ക്ക് സബ്സിഡി നൽകുന്നതുൾപ്പെടെയുള്ള വില നിയന്ത്രണ നടപടികളാണ് വിലക്കയറ്റ തോത് കുറയാൻ കാരണം. അതിനാൽ തന്നെ പുതിയ വാർഷിക ബജറ്റിലും സബ്സിഡികൾ തുടരുന്നത് വിലക്കയറ്റം തടയുന്നതിന് ഗുണം ചെയ്യും. ബജറ്റിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 577 ദശലക്ഷം റിയാലാണ് നീക്കിവച്ചത്. ഇൻഷുറൻസ് കവറേജ് ശക്തിപ്പെടുത്താനും സമൂഹത്തിലെ ആലംബഹീനർക്ക് തുല്യമായ സഹായം നൽകാനും ലക്ഷ്യമിട്ടാണിത്. 520 ദശലക്ഷം റിയാൽ വൈദ്യുതി മേഖലയെ പിന്തുണയ്ക്കുന്നതിനും ജലവിതരണ, മലിനജല സംസ്കരണ ആവശ്യങ്ങളിലേക്ക് 194 ദശലക്ഷം റിയാലും ഗതാഗത മേഖലയിൽ 82 ദശലക്ഷം റിയാലും ബജറ്റിൽ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ ഭവന വായ്പാ പലിശയ്ക്ക് സബ്സിഡി നൽകുന്നതിനായി 73 ദശലക്ഷം റിയാലും നീക്കിവച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണ മേഖലയെ പിന്തുണയ്ക്കുന്നതിന് 59 ദശലക്ഷം റിയാലാണ് വകയിരുത്തിയത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും സബ്സിഡി നിലനിർത്തുന്നതിനുള്ള അധിക ഫണ്ടുകളും ബജറ്റിൽ പ്രത്യേകം നീക്കിയിരിപ്പുണ്ട്. രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം പണപ്പെരുപ്പം തുടർന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം വകയിരുത്തലുകളെന്നും ധനമന്ത്രി സുൽത്താൻ സാലിം അൽ ഹബസി വ്യക്തമാക്കുന്നു. മൊത്തം ചെലവിന്റെ 42% 5 ബില്യൺ റിയാൽ സാമൂഹിക ക്ഷേമത്തിനും ആവശ്യ മേഖലകൾക്കും അനുവദിച്ചതിലൂടെ സാമൂഹിക ക്ഷേമത്തിന് ശക്തമായ ഊന്നലാണ് ബജറ്റ് നൽകുന്നത്. ഇതിൽ വലിയ ഭാഗം 39% വിദ്യാഭ്യാസത്തിനാണ് പോകുക. 28% സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും 24% ആരോഗ്യരക്ഷാ മേഖലയ്ക്കും അനുവദിച്ചു. പശ്ചാത്തല വികസനവും അടിസ്ഥാന സേവനങ്ങളും സുപ്രധാനമായതിനാൽ 2.345 ബില്യൺ റിയാൽ അനുവദിച്ചിട്ടുണ്ട്. വളർച്ച ത്വരിതപ്പെടുത്തുന്ന സംരംഭങ്ങൾക്കായി അധിക വരുമാനത്തിൽ നിന്ന് 468 മില്യൺ റിയാൽ കണ്ടിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം, പാർപ്പിടം, നഗരവികസനം, കൂടുതൽ പൗരന്മാർക്ക് സ്വന്തം വീട്, പാർപ്പിട മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ചെലവഴിക്കും. പൊതു-സ്വകാര്യ മേഖലകളിൽ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ തൊഴിൽ പദ്ധതി ഈ വർഷവും തുടരും. അറേബ്യൻ ഗൾഫ് കപ്പ് കിരീടം ചുണ്ടിനും കപ്പിനുമിടയിൽ കൈവിട്ടെങ്കിലും ചെമ്പടയുടെ മടക്കം തല ഉയർത്തി തന്നെ. കലാശക്കളിയുടെ എല്ലാ ആവേശവും നിറഞ്ഞ മത്സരത്തിൽ 2-1 ആണ് ഒമാൻ തോൽവി വഴങ്ങിയത്. അവസാന വിസിൽ വരെ വിജയത്തിനായി പോരാടി ഒമാന്റെ പോരാളികൾക്ക് കൈയടിക്കുകയാണ് രാജ്യത്തെ കാൽപന്ത് പ്രേമികൾ. ടൂർണമെന്റിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ചെമ്പട ഫൈനലിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. സ്ഥിരതയാർന്ന പ്രകടനവുമായി തിളക്കമാർന്ന കളി പുറത്തെടുത്ത ടീം അറേബ്യൻ ഗൾഫ് കപ്പിലെ തന്നെ ഏറ്റവും മനോഹര ഫുട്ബോൾ കാഴ്ചവെച്ച ടീം ആണ്. ശക്തരായ ഖത്തറിനെയും സൗദിയെയും എല്ലാം തറപറ്റിച്ച് ഫൈനലിലേക്ക് എത്താൻ സാധിച്ചത് ഉറച്ച മനസാന്നിധ്യമായിരുന്നു. എന്നാൽ ഈ മനസാന്നിധ്യം കലാശക്കളിയുടെ അവസാന മിനിറ്റുകൾ കൈവിട്ടുപോയതാണ് തിരിച്ചടിയായത്.
ഫൈനൽ പോരിന്റെ ആവേശവും നിറഞ്ഞു നിന്നതായിരുന്നു ആദ്യ മിനിറ്റുകൾ മുതലുള്ള ഇരു ടീമുകളുടെയും പോരാട്ട വീര്യം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.